ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണിനോ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് ഡ്രൈവ്സ് ആൻഡ് മോട്ടോർ റിലേറ്റഡ് ആയിട്ടുള്ള MCQs ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. അതായത് ഇലക്ട്രിക്കൽ ഡ്രൈവ്സ്, ട്രാക്ഷൻ, അതുപോലെ റെയിൽവേസിൽ യൂസ് ചെയ്യുന്നത്, ലോക്കോമോട്ടീവ്സിൽ യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോട്ടേഴ്സ് ഏതൊക്കെയാണ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ. Question number 1. Which of the motor is extensively used for electric traction in railways, trams and trolleys? അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ ഏത് മോട്ടേഴ്സാണ് നമ്മൾ ഇതിലൊക്കെ യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിക് ട്രാക്ഷന് ഇതിൽ റെയിൽവേസ്, ട്രാംസ് ആൻഡ് ട്രോളീസിൽ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ എ DC സീരീസ് മോട്ടർ, ഓപ്ഷൻ ബി DC ഷണ്ട് മോട്ടർ, ഓപ്ഷൻ സി സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ, ഓപ്ഷൻ ഡി സ്റ്റെപ്പർ മോട്ടർ. അപ്പോൾ ഏത് മോട്ടറാണ് നമ്മൾ ഇലക്ട്രിക്കൽ ട്രാക്ഷനിൽ, അതായത് റെയിൽവേസിലും ട്രാംസിലും ട്രോളീസിലൊക്കെ യൂസ് ചെയ്യുന്നത്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ DC മോട്ടറിൻ്റെ ആപ്ലിക്കേഷൻ ആയാലും അതുപോലെ DCയിലെ ക്ലാസിഫിക്കേഷൻസ് പഠിച്ചിട്ടില്ലേ? ഷണ്ട്, സീരീസ്, കോമ്പൗണ്ട്, ക്യുമുലേറ്റീവിനൊക്കെ ആപ്ലിക്കേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ DC മോട്ടേഴ്സ് പഠിക്കുമ്പോൾ. അപ്പോൾ ഇവിടെ DC സീരീസ് മോട്ടേഴ്സാണ് നമ്മൾ സാധാരണയായിട്ട് എന്തിൽ യൂസ് ചെയ്യുന്നത്? ഈ ഇലക്ട്രിക്കൽ ട്രാക്ഷൻ റെയിൽവേസ്, ട്രാംസ് ആൻഡ് ട്രോളീസിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏതാണത്? ഏത് മോട്ടറാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്? അത് DC സീരീസ് മോട്ടറാണ് കേട്ടോ. അപ്പോൾ അതുകൂടാതെ നമ്മളിപ്പോൾ ട്രെയിനിലൊക്കെ യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് മോട്ടറാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് DC മോട്ടറാണ്. എന്താണ് അതിന് റീസൺ എന്ന രീതിയിൽ നമ്മളോട് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അതിന് ഹൈ ടോർക്കും അതുപോലെ ഗുഡ് സ്പീഡ് കൺട്രോൾ ഫെസിലിറ്റിയും ഉണ്ട് അതിനകത്ത്. ഓക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് ട്രെയിനിൽ നമ്മൾ DC മോട്ടോർ യൂസ് ചെയ്യുന്നത് എന്ന രീതിയിൽ നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഹൈ ടോർക്ക് അതിന് കൂടുതലാണെന്ന് അറിയാലോ. അതുപോലെ ഗുഡ് സ്പീഡ് കൺട്രോൾ ഫെസിലിറ്റിയും അതിനകത്ത് ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 2. The drive that is suitable for mines where explosive gases exist is. ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് എക്സ്പ്ലോസീവ് ഗ്യാസ് എക്സിസ്റ്റ് ചെയ്യുന്ന മൈൻസിൽ ഏത് ഡ്രൈവാണ് താഴെ തന്നിട്ടുള്ളത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? ഓപ്ഷൻ എ പെട്രോൾ എഞ്ചിൻ, ഓപ്ഷൻ ബി ഡീസൽ എഞ്ചിൻ, ഓപ്ഷൻ സി സ്റ്റീം എഞ്ചിൻ, ഓപ്ഷൻ ഡി ബാറ്ററി എഞ്ചിൻ. അപ്പോൾ ഏതായിരിക്കും? അതായത് എക്സ്പ്ലോസീവ്, നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ എക്സ്പ്ലോസീവ് ഗ്യാസ് എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്യൂട്ടബിൾ ഡ്രൈവ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാറ്ററി എഞ്ചിനാണ് കേട്ടോ. ഏതാണ്? ബാറ്ററി എഞ്ചിനാണ് അതിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നോക്കിയേ, ബാറ്ററി എഞ്ചിൻ ഡ്രൈവ് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഡ്രൈവ് ഫോർ മൈൻസ് വേർ എക്സ്പ്ലോസീവ് ഗ്യാസ് എക്സിസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ നോക്കൂ, ഇവിടെ പെട്രോൾ, ഡീസൽ, സ്റ്റീം, അതുപോലെ ഫ്ലെയിമബിൾ ഫ്യൂവൽസ് ആർ ക്യാച്ച് ഫയർ, അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ തീ പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് സേഫ് അല്ല. അതുകൂടാതെ അതിൻ്റെ കോസ്റ്റ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ പെട്രോളും ഡീസലും സ്റ്റീമിൻ്റെയൊക്കെ കോസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ ബാറ്ററി എഞ്ചിൻ ഡ്രൈവ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ അത് കൂടുതലാണ്, പെട്രോളും ഡീസലൊക്കെ. പക്ഷേ ബാറ്ററി എഞ്ചിൻ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ബാറ്ററി എഞ്ചിൻ ഡ്രൈവാണ് സ്യൂട്ടബിൾ ആയിട്ട് ഈ എക്സ്പ്ലോസീവ് ഗ്യാസ് എക്സിസ്റ്റ് ചെയ്യുന്നിട്ടുള്ള മൈൻസിൽ യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 3. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് എ സിംഗിൾ ഫേസ് ട്രാക്ഷൻ സിസ്റ്റം? ഒരു സിംഗിൾ ഫേസ് ട്രാക്ഷൻ സിസ്റ്റത്തിൽ ഉള്ള ഫ്രീക്വൻസിയാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 50 ഹെർട്സ്, ഓപ്ഷൻ ബി 450 ഹെർട്സ്, ഓപ്ഷൻ സി 16.67 ഹെർട്സ്, ഓപ്ഷൻ ഡി 452/5 ഹെർട്സ്. അപ്പോൾ എത്രയാണ്? അപ്പോൾ നമുക്ക് അടുത്ത ചാടി നമ്മൾ എന്ത് ചെയ്യും? 50 ഹെർട്സ്. എപ്പോഴും ഫ്രീക്വൻസി 50 ഹെർട്സ് അല്ലേ എന്ന രീതിയിൽ ആൻസർ ചെയ്യരുത്. അപ്പോൾ സിംഗിൾ ഫേസ് ട്രാക്ഷൻ സിസ്റ്റത്തിൻ്റെ ഫ്രീക്വൻസിയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16.67 ആണ്. എത്രയാണ്? 16.67 ഹെർട്സ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ട്രാക്ക് ഇലക്ട്രിഫിക്കേഷൻ, ടൈപ്സ് ഓഫ് ട്രാക്ക് ഇലക്ട്രിഫിക്കേഷൻ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതായത് DC സിസ്റ്റം ഉണ്ട്, അതുപോലെ സിംഗിൾ ഫേസ് AC സിസ്റ്റം ഉണ്ട്, 3 ഫേസ് AC സിസ്റ്റം, അതുപോലെ കോമ്പോസൈറ്റ് സിസ്റ്റം. ഇത്രയും ടൈപ്സ് എന്തിലുണ്ട്? ഈ ട്രാക്ക് ഇലക്ട്രിഫിക്കേഷനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു സിംഗിൾ ഫേസ്, നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഏതാണ്? സിംഗിൾ ഫേസ് ട്രാക്ഷൻ സിസ്റ്റമാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ സാധാരണ അവിടെ യൂസ് ചെയ്യുന്നത് ഒരു സീരീസ് മോട്ടേഴ്സാണ്. സാധാരണ നമ്മൾ AC സീരീസ് മോട്ടേഴ്സാണ് അവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ അതിൻ്റെ ഫ്രീക്വൻസി വന്നിട്ട് നോക്കിയേ, 50,000 to 25,000 വോൾട്ട്, ആ ഒരു വോൾട്ടേജ് ആണ് അവിടെ കൊടുക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിലോട്ട്. അതുകൂടാതെ അതിൻ്റെ ഫ്രീക്വൻസി വന്നിട്ട് 16 × 2/3 അല്ലെങ്കിൽ 16.67 to or 25 ഹെർട്സ് ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ.
ഓക്കെ. അതേപോലെ നമ്മൾ DC സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അവിടെ വോൾട്ടേജ് വന്നിട്ട് 600 വോൾട്ട് ടു 750 വോൾട്ട് ആ ഒരു റേഞ്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫ്രീക്വൻസി ഓഫ് എ സിംഗിൾ ഫേസ് ട്രാക്ഷൻ സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 16. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. വൈ ഈസ് ഇലക്ട്രിക് ബ്രേക്കിംഗ് പ്രിഫേർഡ്? എന്തിനാണ് നമ്മൾ ഇലക്ട്രിക്കൽ ബ്രേക്കിംഗ് പ്രിഫർ ചെയ്യുന്നത്? എന്തിനാണ് നമ്മൾ ഇലക്ട്രിക്കൽ ബ്രേക്കിംഗ് എന്തിനാണ് പ്രിഫർ ചെയ്യുന്നത്? ഓപ്ഷൻ എ, ഇറ്റ് ഈസ് സ്മൂത്ത്. ഓപ്ഷൻ ബി, ഇറ്റ്സ് മെയിൻ്റനൻസ് കോസ്റ്റ് ഈസ് ലെസ്. ഓപ്ഷൻ സി, ദ എനർജി ഈസ് സേവ്ഡ് ഇൻ റീജനറേറ്റീവ് ബ്രേക്കിംഗ്. ഓപ്ഷൻ ഡി, ഓൾ ഓപ്ഷൻസ് ആർ കറക്റ്റ്. അപ്പോൾ നമ്മൾ എന്തിനാണ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രേക്ക് ചെയ്യുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? സ്റ്റോപ്പ് ചെയ്യുക അല്ലേ? ഇൻറ്റേർണലി ആയിട്ട് നമ്മൾ എന്താണ് ഇനീഷ്യലി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? മോട്ടറിനെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ബ്രേക്ക് ചെയ്യുക. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ബ്രേക്ക് ചെയ്യൂ എന്നൊക്കെ പറയുന്നത്. അതേപോലെ തന്നെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് നമ്മളൊരു ഇലക്ട്രിക്കൽ ബ്രേക്കിംഗ് ടു റെഡ്യൂസ് ദ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക്കൽ ബ്രേക്കിംഗ് ഈസ് യൂസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇലക്ട്രിക്കൽ ബ്രേക്കിംഗ് ഈ സ്മൂത്ത് ആണ്, എക്കണോമിക്കലാണ്, അതുപോലെ എന്താണ് കൺവീനിയൻ്റ് ആണ് അല്ലേ? അപ്പോൾ ബേസിക് ബ്രേക്കിംഗ് എന്തിനാണ് അഡോപ്റ്റ് ചെയ്യുന്നത്? ഈസ് മെക്കാനിക്കൽ വിച്ച് ഇൻക്ലൂഡ് നോയ്സ്, ടെമ്പറേച്ചർ റൈസ്, മെയിൻ്റനൻസ് ആൻഡ് എയർ റിപ്പയറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രിക്കൽ ബ്രേക്കിംഗ് മെത്തേഡ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഓരോന്നിനും അപ്പോൾ റീജനറേറ്റീവ് ടൈപ്പ് ഇലക്ട്രിക്കൽ ബ്രേക്കിംഗ് ആണെങ്കിൽ മോട്ടോർ ഫീഡ്ബാക്ക് ദ സപ്ലൈ അതുപോലെ പ്ലഗിങ് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ട്. ബ്രേക്കിങ്ങിൻ്റെ ടൈപ്സിലും ക്ലാസിഫിക്കേഷൻസിലൊക്കെ പഠിച്ചിട്ട് പോയതാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ ബ്രേക്കിംഗ് പ്രിഫർ ചെയ്യുമ്പോൾ എന്താണ്? അത് സ്മൂത്താണ്, അതുപോലെ മെയിൻ്റനൻസ് കോസ്റ്റിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അതുപോലെ എനർജി സേവ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആണ്. അപ്പോൾ എല്ലാ ഓപ്ഷൻസും ഇവിടെ എന്ത് തന്നെയാണ്? കറക്റ്റ് തന്നെയാണ് അല്ലേ? Next question number 5. Electrical traction is comparison to other traction system has the advantages of ഏതാണ്? Option A, higher acceleration and braking retardation. Option B, cleanest system and so ideally suitable for the underground and tube railways. Option C, better speed control. എന്തിനു വേണ്ടിയിട്ടാണ് അത്? All of this ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അതിൽ എല്ലാം വരുന്നുണ്ട് അല്ലേ? അതായത് ഹൈ ആക്സിലറേഷൻ ആൻഡ് ബ്രേക്കിംഗ് റിട്ടാർഡേഷൻ ആണ്, ക്ലീനസ്റ്റ് സിസ്റ്റം ആണ്, സോ ഐഡിയലി സ്യൂട്ടബിൾ ഫോർ ദ അണ്ടർഗ്രൗണ്ട് ആൻഡ് ട്യൂബ് റെയിൽവേസിൽ യൂസ് ചെയ്യാൻ, ബെറ്റർ സ്പീഡ് കൺട്രോൾ ആണ്. അപ്പോൾ ഇതിലെ അഡ്വാൻറ്റേജസ് ഓഫ് ഇലക്ട്രിക്കൽ ട്രാക്ഷൻ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതായത് മെയിൻ്റനൻസ് ആൻഡ് റണ്ണിങ് കോസ്റ്റ് ആർ കമ്പാരിറ്റീവ്ലി ലോ ആണ്, സ്പീഡ് കൺട്രോൾ ഓഫ് ഇലക്ട്രിക്കൽ മോട്ടോർ ഈസ് ഈസി ആണ്, അതുപോലെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഈസ് പോസിബിൾ, സോ ദ എനർജി ക്യാൻ ബി ഫെഡ് ബാക്ക് ടു ദ സപ്ലൈ സിസ്റ്റം ഡ്യൂറിങ് ദ ബ്രേക്കിംഗ് പീരീഡ്. ഇനിയുള്ള അതുപോലെ ക്ലീനസ്റ്റ് അല്ലേ, മറ്റുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എ ക്ലീനസ്റ്റ് ഓഫ് ഓൾ അതർ ടൈപ്പ് ഓഫ് സിസ്റ്റം ഓഫ് ട്രാക്ഷൻ ആണ്. സോ ഡ്യൂ ടു ദിസ് ഓൺലി ഈസ് ഐഡിയലി സ്യൂട്ടബിൾ ഫോർ ദ അണ്ടർഗ്രൗണ്ട് ആൻഡ് ട്യൂബ് റെയിൽവേസിൽ ഇതെന്താണ് അപ്ലിക്കബിൾ ആണ്. No need of storage or coal and water than in turn reduce the maintenance cost as well as the saving of high grade coal. അപ്പോൾ ഇതെല്ലാം നോക്കുക, കാരണം ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നന്നായി പഠിച്ചു പോകാം. ഓരോ അഡ്വാൻറ്റേജസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 6. ഇൻ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ദ മോട്ടോർ എനർജി ഈസ്. റീജനറേറ്റീവ് ബ്രേക്കിംഗ് ചെയ്യുമ്പോൾ അവിടുത്തെ മോട്ടോർ എനർജി എങ്ങനെയായിരിക്കും? ഓപ്ഷൻ എ, ഡിസിപ്പേറ്റഡ് ഇൻ ആർമേച്ചർ ഹീറ്റിംഗ്. ഓപ്ഷൻ ബി, ഡിസിപ്പേറ്റഡ് ഇൻ വൈൻഡേജ് ലോസ്. ഓപ്ഷൻ സി, റിട്ടേൺ ടു ദ സപ്ലൈ മെയിൻസ്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദിസ്. എങ്ങനെയായിരിക്കും ഒരു റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൽ മോട്ടറിൻ്റെ എനർജി വന്നിട്ട് എങ്ങനെയായിരിക്കും? റിട്ടേൺ ടു ദ സപ്ലൈ മെയിൻസ് ആണ്. എങ്ങനെയാണ്? റിട്ടേൺ ടു ദ സപ്ലൈ മെയിൻസ് ആണ്. അപ്പോൾ റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മോട്ടർ ഈസ് റണ്ണസ്. എങ്ങനെയാണ് മോട്ടോർ റൺ ചെയ്യുക? ജനറേറ്റർ ആയിട്ടാണ് അല്ലേ? സോ അതുമൂലം എന്താ സംഭവിക്കുന്നത്? കൈനറ്റിക് എനർജി ഓഫ് എ മോട്ടർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി ആൻഡ് റിട്ടേൺ ടു ദി സപ്ലൈയിലേക്ക് തന്നെ വരും. സോ ബൈ മീൻസ് ഓഫ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് റിസൾട്ട് ഇൻ എനർജി സേവിങ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ മോട്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് വരുന്നത്? അതിൽ മോട്ടർ എനർജി എങ്ങനെയാണ് സപ്ലൈ മെയിൻസിലേക്കല്ലേ റിട്ടേൺ ചെയ്യുന്നത് അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പോൾ എന്താ നടക്കുന്നത്? റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൽ ഓർത്ത് വെക്കേണ്ട കേസ് എന്താണ്? മോട്ടർ എന്തായിട്ടാണ് റൺ ചെയ്യുന്നത്? ജനറേറ്ററിൻ്റെ കേസ് അല്ലേ? മോട്ടർ ഈസ് റണ്ണസ് ജനറേറ്റർ ആണ്. അതുമൂലം എന്താ സംഭവിക്കുന്നത്? കൈനറ്റിക് എനർജി, മോട്ടറിൻ്റെ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. എങ്ങനെ? ഇലക്ട്രിക്കൽ എനർജി ആൻഡ് റിട്ടേൺ ടു ദ സപ്ലൈ എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൽ മോട്ടോർ എനർജിക്ക് എന്താണ് സംഭവിക്കുക? അത് റിട്ടേൺ ടു ദ സപ്ലൈ മെയിൻസിലേക്ക് തിരിച്ചു വരും. ഓക്കെ,
Next, question number 7. Which of the following statement is true in case of dynamic braking of separately excited DC motor? താഴെ തന്നിട്ടുള്ളത് അല്ലേ, സ്റ്റേറ്റ്മെന്റിൽ തന്നിട്ടുള്ള എന്താണ്? ഡൈനാമിക് ബ്രേക്കിംഗ് ഓഫ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മോട്ടറിനെ കുറിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ്. ഓപ്ഷൻ എ, ദ വോൾട്ടേജ് സപ്ലൈ ഓഫ് സോഴ്സ് ഈസ് റിവേഴ്സ്ഡ് കീപ്പിംഗ് ആർമേച്ചർ ടെർമിനൽ ഫിക്സഡ്. ഓപ്ഷൻ ബി, ദ ആർമേച്ചർ ടെർമിനൽസ് ആർ റിവേഴ്സ്ഡ് ആൻഡ് ദ വോൾട്ടേജ് സപ്ലൈ ഓഫ് സോഴ്സ് ഈസ് പ്രസന്റ്. ഓപ്ഷൻ സി, the voltage supply of source is removed and the armature terminals are shorted. Option D, the voltage supply of source is removed and the armature terminals are connected to a resistance എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ഇവിടുത്തെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് നോക്കുകയെ. The voltage supply of source is removed അല്ലേ, and the armature terminals are connected to the resistance. അതാണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഡൈനാമിക് ബ്രേക്കിങ്ങിന്റെ വേറൊരു പേര് നമ്മൾ ആലോചിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതെന്താണ്? റിയോസ്റ്റാറ്റിക് ബ്രേക്കിംഗ് ആണ്. ഡൈനാമിക് ബ്രേക്കിംഗ് ഈസ് ആൾസോ നോൺ എസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. അതെന്താണ്? റിയോസ്റ്റാറ്റിക് ബ്രേക്കിംഗ് ആണ്. ആ ഒരു മെത്തേഡിൽ എന്താണ്? ആർമേച്ചർ ഓഫ് എ റണ്ണിംഗ് മോട്ടർ ഈസ് ഡിസ്കണക്റ്റഡ് ഫ്രം ദ സപ്ലൈ ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ വേരിയബിൾ റെസിസ്റ്റർ. അതുകൊണ്ടാണ് അതിനെ റിയോസ്റ്റാറ്റിക് ബ്രേക്കർ എന്ന് പറയുന്നത്, ബ്രേക്കിംഗ് എന്ന് പറയുന്നത് കേട്ടോ. നോട്ട് ചെയ്തോളൂ അത്. Next question. Question number 8. In DC motor, which of the following types of braking is called plugging? DC motorsൽ ഏത് ടൈപ്പ് ഓഫ് ബ്രേക്കിങ്ങിനെയാണ് നമ്മൾ പ്ലഗിങ് എന്ന് പറയുന്നത്? അതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, റിയോസ്റ്റാറ്റിക് ബ്രേക്കിംഗ്. ഓപ്ഷൻ ഡി, ഫ്രിക്ഷൻ ബ്രേക്കിംഗ്. ഓപ്ഷൻ സി, റിവേഴ്സ് കറന്റ് ബ്രേക്കിംഗ്. ഓപ്ഷൻ ഡി, റീജനറേറ്റീവ് ബ്രേക്കിംഗ്. ഏതാണ് വരുന്നത്? ഡി സി മോട്ടറിൽ ഏത് ടൈപ്പ് ഓഫ് ബ്രേക്കിങ്ങിനെയാണ് പ്ലഗിങ്? അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതേതാണ്? റിവേഴ്സ് കറന്റ് ബ്രേക്കിംഗ് ആണ് കേട്ടോ. ഏതാണ്? റിവേഴ്സ് കറന്റ് ബ്രേക്കിംഗ് ആണ്. അപ്പം 3 ടൈപ്സ് ഓഫ് ഇലക്ട്രിക്കൽ ബ്രേക്കിംഗ് ഉണ്ട് നമ്മളുടെ ഡി സി മോട്ടറിൻ്റെ കേസിൽ. ഏതൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഡൈനാമിക് ബ്രേക്കിംഗ്, പ്ലഗിംഗ്, റീജനറേറ്റീവ് ബ്രേക്കിംഗ്. പ്ലഗിങ്ങിന് പറയുന്നത് എന്താണ്? റിവേഴ്സ് കറന്റ് ബ്രേക്കിംഗ് ആണ്. എന്താണ്? റിവേഴ്സ് കറന്റ് ബ്രേക്കിംഗ് ആണ് എന്തിനാ പറയുന്നത്? പ്ലഗിങ്ങിന് പറയുന്നത്. Question number 9. Which among the following is not an electric braking method for a motor? താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് നോട്ട് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. ഏതാണ്? നോട്ട് ആൻ ഇലക്ട്രിക്കൽ ബ്രേക്കിംഗ് മെത്തേഡ് ഫോർ എ മോട്ടർ ആണ്. ഓപ്ഷൻ എ, റിയോസ്റ്റാറ്റിക്. ഓപ്ഷൻ ബി, റീജനറേറ്റീവ്. ഓപ്ഷൻ സി, ഹൈഡ്രോളിക്. ഓപ്ഷൻ ഡി, പ്ലഗിങ്. ഏതാണ്? നമുക്കറിയാം പ്ലഗിങ്ങും റീജനറേറ്റീവും റിയോസ്റ്റാറ്റിക്കും ഒക്കെ എന്താണ് മോട്ടറിൽ വരുന്ന ബ്രേക്കിംഗ് മെത്തേഡ് തന്നെയാണ് അല്ലേ, പഠിച്ചില്ലേ? അപ്പോൾ അതിൽ ഏതാണ് വരാത്തത്? ഹൈഡ്രോളിക് ആണ്. ഏതാണ്? ഓപ്ഷൻ സി, ഹൈഡ്രോളിക് ആണ്. ഹൈഡ്രോളിക് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു മെക്കാനിക്കൽ ബ്രേക്കിംഗ് ആണ്, ഇലക്ട്രിക്കൽ ബ്രേക്കിംഗ് അല്ല. എന്താണ്? അതൊരു മെക്കാനിക്കൽ ബ്രേക്കിംഗ് മെത്തേഡാണ്. ഏത്? നമ്മളുടെ ഹൈഡ്രോളിക് ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. നോട്ട് ചെയ്യൂ കേട്ടോ. ഹൈഡ്രോളിക് ബ്രേക്കിംഗ് ഈസ് എ കൈൻഡ് ഓഫ് എന്താണ്? അതൊരു മെക്കാനിക്കൽ ബ്രേക്കിംഗ് ആണ്. നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. അപ്പോൾ നോട്ട് ആൻ ഇലക്ട്രിക്കൽ ബ്രേക്കിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അത് ഇത് തന്നെയാണ്, ഹൈഡ്രോളിക് ആണ്. ബാക്കി പ്ലഗിങ്ങും റീജനറേറ്റീവും റിയോസ്റ്റാറ്റിക്കും ഒക്കെ എന്ത് തന്നെയാണ്? നമ്മളുടെ ഇലക്ട്രിക്കൽ ബ്രേക്കിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. Question number 10. In electrical traction, the purpose of sectioning is to dash. ഒരു ഇലക്ട്രിക്കൽ ട്രാക്ഷൻ മെത്തേഡിൽ എന്താണ് പർപ്പസ് ഓഫ് സെക്ഷനിങ് ഈസ് ടു? എന്തിനു വേണ്ടിയിട്ടാണ്? ഓപ്ഷൻ എ, റെഡ്യൂസ് ദ കറന്റ് ഫ്ലോ. ഓപ്ഷൻ ബി, ഡിവൈഡ് ദ ഓവർ ഹെഡ് എക്യുപ്മെന്റ് ഇൻ ടു സെക്ഷൻ. ഓപ്ഷൻ സി, ഇൻക്രീസ് ദ വോൾട്ടേജ്. ഓപ്ഷൻ ഡി, ഇംപ്രൂവ് ദ എഫിഷ്യൻസി. അപ്പോൾ ഇലക്ട്രിക്കൽ ട്രാക്ഷനിലെ പർപ്പസ് ഓഫ് സെക്ഷനിങ് എന്തിനു വേണ്ടിയിട്ടാണ്? ഡിവൈഡ് ദ ഓവർ ഹെഡ് എക്യുപ്മെന്റ് ഇൻ ടു സെക്ഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ടാണത്? ഡിവൈഡ് ദ ഓവർഹെഡ് എക്യുപ്മെന്റ് ഇൻ ടു സെക്ഷൻ ആണ്. അപ്പോൾ സെക്ഷനിങ് ഇൻ ഇലക്ട്രിക്കൽ ട്രാക്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ സെക്ഷനിങ് ഇൻ ഇലക്ട്രിക്കൽ ട്രാക്ഷൻ റെഫേഴ്സ് ടു ദ പ്രാക്ടീസ് ഓഫ് ഡിവൈഡിങ് ദ ഓവർഹെഡ് എക്യുപ്മെന്റ് ഇൻ ടു സെപ്പറേറ്റ് ഇലക്ട്രിക്കൽ സെക്ഷൻ ആയിട്ട് മാറ്റുന്നതിനെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സെക്ഷനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക്കൽ ട്രാക്ഷനിൽ എന്താണ്? പ്രാക്ടീസ് ഓഫ് ഡിവൈഡിങ് ദ ഓവർഹെഡ് എക്യുപ്മെന്റ് ഇൻ ടു സെപ്പറേറ്റ് ഇലക്ട്രിക്കൽ സെക്ഷൻസ് ആക്കി മാറ്റാനാണ്. അതെങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രൽ സെക്ഷൻ അല്ലെങ്കിൽ സെക്ഷൻ ഇൻസുലേറ്റേഴ്സ് അല്ലെങ്കിൽ വേറെ ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ പർപ്പസ്, പ്രൈമറി പർപ്പസ് എന്താണ്? സേഫ് ആൻഡ് എഫിഷ്യൻറ്റ് ഓപ്പറേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ട്രാക്ഷൻ സിസ്റ്റം ആണ്. മെയിൻ പർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് സെക്ഷനിങ് ഓഫ് ഇലക്ട്രിക്കൽ ട്രാക്ഷൻ്റെ മെയിൻ പർപ്പസ്, പ്രൈമറി പർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? എൻഷുർ സേഫ് ആൻഡ് എഫിഷ്യൻറ്റ് ഓപ്പറേഷൻ ഓഫ്
ഇലക്ട്രിക്കൽ ട്രാക്ഷൻ സിസ്റ്റമാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന എന്താണ്, നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്, പർപ്പസ് ഓഫ് സെക്ഷനിങ് ഈസ് ടു എന്താണ്, ഡിവൈഡ് ദ ഓവർ ഹെഡ് എക്യുപ്മെൻറ്റ് അല്ലേ. ഓവർ ഹെഡ് എക്യുപ്മെൻറ്റ്സിനെ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുന്നതാണ് അതിൻ്റെ മെയിനായിട്ട് വരുന്ന പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരുവിധം എല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ട്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടാണെങ്കിലും ബ്രേക്കിംഗ് ആണെങ്കിലും ഇലക്ട്രിക്കൽ ബ്രേക്കിംഗ് അങ്ങനെയുള്ള ഓരോ ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നന്നായി നോക്കി പഠിച്ചു പോവാം. ഡ്രൈവ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിയർലി ഒരു 3 അല്ലെങ്കിൽ 2 മാർക്സ് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.